അറബിക്കടലിൽ ഏതാണ്ട് 5-ലധികം വസ്തുക്കൾ ഇത്തരത്തിൽ വീണിട്ടുണ്ടെന്നാണ് ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ എണ്ണം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഈ കാർഗോയിലെല്ലാം തന്നെ അപകടകരമായ ചില വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വസ്തുക്കൾ കടലിൽ കലരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ കടലിലെ എണ്ണപ്പാട ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് പോലും ഒരിക്കലും വെള്ളത്തിൽ സ്പർശിക്കുവാനോ ആ എണ്ണപ്പാട സ്പർശിക്കുവാനോ മറ്റും പാടില്ല എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും പൊതുജനങ്ങളിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റി എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ കടൽ തീരമുള്ള എല്ലാ ജില്ലകളിലെയും ജനങ്ങൾ ഈ കാര്യത്തിൽ പൊതുവായ ശ്രദ്ധ പുലർത്തണം. എന്തെങ്കിലും വ്യത്യസ്തമായ വസ്തുക്കൾ കടൽ തീരത്ത് അടിയുകയാണെങ്കിൽ ഉറപ്പായും പോലീസിൽ വിവരം അറിയിക്കുവാൻ മടിക്കരുത്. കാരണം ഇത്തരത്തിൽ അറബിക്കടലിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന ചില കാർഗോ പതിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് കേരള തീരത്ത് തന്നെ വന്നടിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ അപകടകരമായ വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ കടൽ തീരത്ത് എവിടെയും ഇത്തരത്തിലുള്ള ഏത് വസ്തുക്കൾ വേണമെങ്കിലും ഇനി വരുന്ന മണിക്കൂറുകൾ, ദിവസങ്ങൾ നമുക്ക് അടിയുവാനുള്ള സാധ്യതയുണ്ട്. അത് കാണുകയാണെങ്കിൽ ഒരു തരത്തിലും അവയെ സ്പർശിക്കുവാനോ മറ്റും ചെയ്യുവാൻ മുതിരരുത്. എത്രയും പെട്ടെന്ന് പോലീസിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ഔദ്യോഗിക വിഭാഗത്തിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടമായ ഒരു കാര്യമാണ് കാലവർഷം കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത്. കാലവർഷം ശക്തമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അറബിക്കടലിൽ ഇത്തരത്തിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടലിൽ പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അത് ഏറ്റവും കൂടുതൽ അപകടകരമായി തീരുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അമൽനാഥ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. കൊച്ചിയിൽ നിന്നും കൂട്ടിച്ചേർക്കുവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? സിന്ധുരി, കൊച്ചിയിൽ നിന്ന് ഏകദേശം 38 നോട്ടിക്കൽ മൈൽ അകലെയായാണ് ഇത്തരത്തിൽ ഈ കപ്പൽ ചെരിഞ്ഞതായും കപ്പലിൽ നിന്നും കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായും വിവരം ലഭിക്കുന്നത്. ഈ കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ചയ്ക്ക് കാരണമാകാനും ഒപ്പം തന്നെ കരയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കപ്പലിൽ നിന്നും വളരെ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ അറബിക്കടലിൽ വീണതായും അത്തരത്തിലുള്ള വിവരങ്ങളും കോസ്റ്റ് ഗാർഡിന് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാർഗോ തീരത്തടിഞ്ഞാൽ പൊതുജനം തൊടാൻ പാടില്ല എന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അറബിക്കടലിന്റെ കേരള തീരത്തിന് സമീപമായാണ് ഇത്തരത്തിൽ വീണിരിക്കുന്നത്. തീരത്തിപ്പോൾ നിലവിൽ ജാഗ്രത നിർദ്ദേശമാണ് ഉള്ളത്. കണ്ടെയ്നർ അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്.